ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പെർഫെക്റ്റ് അറ്റൻഡൻസിൻ്റെ എപ്പിസോഡ് 1ൻ്റെ പാർട്ട് 2 കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് നമ്മുടെ ആർക്കിൻ്റെ ഫോട്ടോ എൻജിനീയറിംഗ് ക്യൂട്ട് ബോയ് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ നോക്കാം. തുടക്കത്തിലാണെങ്കിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ആർക്കും ഫ്രണ്ട്സും കൂടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ബ്രേക്ക് ടൈമിലാണെങ്കിൽ നമ്മുടെ ആർക്കിൻ്റെ ഫ്രണ്ട്സ് എൻജിനീയറിംഗ് ക്യൂട്ട് ബോയ് പേജിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ കാണുന്നുണ്ട്. അവരത് ആർക്കിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ കണ്ടപ്പോഴാണെങ്കിലോ നമ്മുടെ ആർക്കിൻ്റെ മുഖമാണെങ്കിൽ ഒക്കെ മാറുന്നുണ്ട് ദേഷ്യം കൊണ്ട്. ആർക്ക് എന്നിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് ആർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആമാണെങ്കിലോ ആർക്കിൻ്റെ ഫോട്ടോയ്ക്ക് ഒത്തിരി ലൈക്ക് കിട്ടിയത് കണ്ടിട്ട് കണ്ണും തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ആർക്ക് എൻജിനീയറിംഗ് ക്യൂട്ട് ബോയ് പേജിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ആമാണെങ്കിൽ പെർമിഷൻ ചോദിക്കാത്തതിനും ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനും സോറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, എൻ്റെ പ്രൈവസി എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം, അതുകൊണ്ട് ആരും എൻ്റെ ഫോട്ടോസ് പബ്ലിഷ് ചെയ്യരുതെന്ന്. എന്നെക്കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്യുന്നതോ എന്നെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞ് നടക്കുന്നതോ എനിക്കിഷ്ടമല്ലാന്ന്. അപ്പോൾ നമ്മുടെ ആമ ചിന്തിക്കുന്നുണ്ട് ഇവനെന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നതെന്ന്. ആർക്കാണെങ്കിലോ ആമിനിങ്ങനെ തുരുതുരാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഒടുക്കം നമ്മുടെ ആമിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ കിടന്ന് അലറുണ്ടായിരുന്നു. ആർക്കാണെങ്കിലോ ആമിൻ്റെ അടുത്തുനിന്ന് റെസ്പോൺസ് ഒന്നും വരാത്തത് കണ്ടിട്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടുവിരലൊക്കെ പൊക്കി പിടിച്ചിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു നമ്മുടെ ആമിനെ അയച്ചു കൊടുക്കണ്ടായിരുന്നത്. അതും കൂടി കണ്ടപ്പോൾ നമ്മുടെ ആമിനാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യം വന്നു. എന്നിട്ട് അവൻ ദേഷ്യത്തിന് ഫോണൊക്കെ എടുത്ത് വലിച്ചെറിയുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ആമിൻ്റെ ഫ്രണ്ട്സ് റൂമിലേക്ക് കടന്നു വരുന്നുണ്ട്. സാൻഡ് ആമിനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ പെർഫെക്റ്റ് അറ്റൻഡൻസിൽ മെമ്പറല്ലേ, അപ്പോൾ ഫേമസ് ആകുമ്പോൾ നമ്മുടെ ഒന്നും മറക്കല്ലേട്ടാന്നൊക്കെ സാൻഡ് ആമിനോട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ സാൻഡിനോട് ചോദിക്കുന്നുണ്ട്, പെർഫെക്റ്റ് അറ്റൻഡൻസ് എന്താ അത്താക്ക് വലിയ സംഭവമാണോ എന്ന്. അപ്പോൾ അത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ പോയ്ക്കും സാൻഡിനൊക്കെ ആണെങ്കിൽ ഭയങ്കര അത്ഭുതമായിപ്പോയി. അപ്പോൾ നമ്മുടെ പോ ചോദിക്കുന്നുണ്ട്, നിനക്കപ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും ഒന്നും അറിയില്ല അല്ലേ എന്ന്. അപ്പോൾ എന്നിട്ട് നമ്മുടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർ ജനറേഷൻസ് ആയിട്ട് ഗുഡ് ലുക്കിങ് കൊണ്ട് നടക്കുന്നവരാണ്, അതിലെല്ലാവരും നല്ല ഹാൻഡ്സം ആയിരിക്കും. പക്ഷേ ഇപ്പം അത് നിൻ്റെ കയ്യിൽ പെട്ട കാരണം ചിലപ്പോൾ അത് തകർന്നേക്കാം, അവരുടെ ട്രഡീഷനൊക്കെ നശിച്ചേക്കാം എന്നൊക്കെ നമ്മുടെ ഇങ്ങനെ ആമിനെ കളിയാക്കി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ പോവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നോട് തല്ലുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ എന്ന്. അപ്പം നമ്മുടെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ എന്നൊക്കെ. എന്നിട്ട് നമ്മുടെ ആമ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട്. നമ്മളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഗുഡ് ലുക്കിങ് കൊണ്ടോ നല്ല പോലെ ഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാലോ, ആൾക്കാരങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ പണ്ടേ നിർത്തിയെന്ന്. എന്നെ പോലെ നിങ്ങളും അത് നിർത്തണമെന്ന്. അപ്പോൾ സാൻഡ് പറയുന്നുണ്ട്, നീ പറയുന്നത് പോയിൻ്റാണ്, ശരിയാണെന്നൊക്കെ. ഇവരോട് രണ്ടും കൂടിയായിട്ട് പറയുന്നുണ്ട്, പെണ്ണെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് പെർഫെക്റ്റ് ആണെന്നും ഗുഡ് ലുക്കിംഗ് ആണെന്നൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നതാണ്, ശരിക്കും അങ്ങനെ ഒന്നല്ല, ഇതൊക്കെ ഓരോരുത്തർ വിചാരിക്കുന്നതാണെന്നൊക്കെ. അപ്പം നമ്മുടെ ആമ പറയുന്നുണ്ട്, അവനെന്ത് വിചാരമാണ്, അവൻ്റെ വിചാരം എന്താ, അവനെന്ത് എല്ലാവരോടും പറയാമെന്നാണോ, അവന് തോന്നുന്നത് എന്തും ചെയ്യാമെന്നാണോന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ എന്താ, വാ തുറന്ന് ചീത്ത കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പം നമ്മുടെ പോവാണെങ്കിൽ ശരി, സോറി എന്നിങ്ങനെ ചീത്ത പറയല്ലേ, ആവശ്യമൊന്നുമില്ല എന്നും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല നോക്കും, എന്നിങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യണ്ട, എനിക്ക് നാണം വരുന്നതൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ സാൻഡ് ആണെങ്കിൽ ഫോണിൽ എന്തോ കണ്ടിട്ട് സോ ഹാൻഡ്സം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താ കാര്യം, അവ വാ തുറന്നാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സാൻഡ് പറയുന്നുണ്ട് ബാഡ് ബോയ് എന്ന്. ബിയോണ്ട് ദി സ്റ്റാർ ടൈറ്റിൽ പോലെ തന്നെയുണ്ട്, അമാസിൽ കണ്ടറിയാമെന്ന് നോക്കി ഇങ്ങനെ സാൻഡ് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ ചോദിക്കുന്നുണ്ട്, ഈ ബിയോണ്ട് ദി സ്റ്റാർ എന്ന് വെച്ചാൽ എന്താണെന്ന്. ഇവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത് നമ്മൾ കാണുന്നത് പൊണ്ണും ആമും കൂടിയിട്ട് കഫേലിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ പൊണ്ണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബിയോണ്ട് ദി സ്റ്റാറിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറിനേക്കാൾ വളരെ ഹാൻസം ആണെന്നാണെന്ന്. നമ്മുടെ ക്യാമ്പസ് സ്റ്റാറിനേക്കാൾ വളരെ ഹാൻസം ആണ് ആർക്ക്, അതുകൊണ്ടാണ് ആൾക്കാർ ആർക്കിനെ ബിയോണ്ട് ദി സ്റ്റാർ എന്ന് വിളിക്കുന്നതെന്നും പൊണ്ണ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ ചോദിക്കുന്നുണ്ട്, ഇവൻ ഇത്ര വലിയ ഹാൻസം ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പസ് സ്റ്റാർ ടൈറ്റിൽ വിൻ ചെയ്യാതിരുന്നതെന്ന്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാമ്പസിലുള്ളൊരു എന്താണ്, കോമ്പറ്റീഷനാണ്, ഏറ്റവും ഹാൻസം ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കാമെന്നൊക്കെയാണ് പറയുന്നത്.
അപ്പം നമ്മുടെ പെണ്ണ് പറയുന്നുണ്ട് ആർക്ക് സമാധാനം പ്രിഫർ ചെയ്യുന്നത് കൊണ്ടാണ് ക്യാമ്പസ് സ്റ്റാർ കോൺടെസ്റ്റിന് ജോയിൻ ചെയ്യാതിരുന്നതെന്ന്. ഇത്ര മിസ്റ്റീരിയസ് ആയിട്ട് അഭിനയിച്ചാൽ കൂളാണെന്ന് ആൾക്കാർ പറയുന്ന അവൻ്റെ വിചാരുന്ന ആമ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പെണ്ണ് പറയുന്നുണ്ട് ആർക്കിനെ കുറിച്ചുള്ള ചർച്ച നീ നിർത്ത്, എന്നിട്ട് നീ എന്താ ചെയ്തു വെച്ചെന്ന് എന്നോട് പറയാൻ. അപ്പോൾ ആമ പറയുന്നുണ്ട് ഞാനത് പറയാൻ വരുമായിരുന്നു, എന്നെക്കൊണ്ട് പേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന്. അപ്പം നമ്മുടെ പെണ്ണ് പറയുന്നുണ്ടോ അതാണോ കാര്യം, അതെനിക്ക് മനസ്സിലായ എന്നൊക്കെ പെണ്ണ് പറയുന്നു. അപ്പം നമ്മുടെ ആമാണെങ്കിൽ ചിരിച്ചിട്ട് അതിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും പെണ്ണ് പറയുന്നുണ്ട് നീ അതുമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ എല്ലാം ശരിയാകുമെന്ന്. അത് കേട്ടപ്പോൾ നമ്മുടെ ആമിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. അപ്പം നമ്മുടെ പെണ്ണ് പറയുന്നുണ്ട് നീ ആർക്കിൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാതിരുന്നാൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല, നീ എന്നെ വിശ്വസിക്കുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആമാണെങ്കിലോ ആകെ പെട്ട പോലെയായി. പക്ഷേ എന്നൊക്കെ ആമ പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ പെണ്ണ് അവനോട് നിർത്താൻ പറഞ്ഞു. ഞാൻ നിന്നോട് ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ അതൊക്കെ നിർത്ത്. ഞാനൊരു കാര്യം കേട്ടു, സീനിയേഴ്സ് നിന്നെ ക്യാമ്പസ് സ്റ്റാർ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെന്ന്. പക്ഷെ നീ എന്തിനാ നോ പറഞ്ഞതെന്ന് പെണ്ണ് ആമിനോട് ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട് ഞാനതിന് സ്യൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. അപ്പോൾ പെണ്ണ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണമെന്ന്. നിന്നെ കാണാൻ നല്ല ഹാൻസം ആണ്, കൂടാതെ സീനിയേഴ്സ് പറഞ്ഞു നീയാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന്. അപ്പോൾ ആമ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ പെണ്ണ് ആമിനോടൊരു കാര്യം പറയുന്നുണ്ട്, നിനക്കറിയോ നീ ഇപ്പോൾ ശരിക്കും ആർക്കിൻ്റെ പോലെയാണ് പെരുമാറുന്നതെന്ന്. നമ്മുടെ ആമാണെങ്കിൽ അത് കേട്ട് ഞെട്ടി. ഞാനോ എന്ന് ആം ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പെണ്ണ് പറയുന്നുണ്ട് എന്നോട് ജെറ്റ് പറഞ്ഞിട്ടുണ്ട് മുൻപ് സീനിയേഴ്സ് ആർക്കിനെ ഈ കോമ്പറ്റീഷന് വേണ്ടി കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ നമ്മുടെ ആർക്കും നിന്നെ പോലെ നോ പറഞ്ഞു. നീയും ശരിക്കും അതുപോലെയാണ് ഇപ്പോൾ പെരുമാറുന്നതെന്നും പെണ്ണ് പറയുന്നുണ്ട്. പെണ്ണ് ഈ പറഞ്ഞത് കേട്ടപ്പോഴാണെങ്കിലും നമ്മുടെ ആമിൻ്റെ മൂഡ് മൊത്തത്തിൽ പോയി. അപ്പം അവിടേക്ക് ജെറ്റ് വരുന്നുണ്ട്. ജെറ്റിന് ആമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ജെറ്റ് നമ്മുടെ 4th ഇയർ സീനിയർ സ്റ്റുഡൻ്റാണ്, നമ്മുടെ ഗ്രൂപ്പിലൊരു അംഗമാണ്, കൂടാതെ എൻ്റെ ബോയ് ഫ്രണ്ടുമാണെന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജെറ്റും തിരിച്ച് ഹലോ പറഞ്ഞിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ, ഇന്ന് എൻ്റെ ട്രീറ്റ് ആണെന്നൊക്കെ ജെറ്റ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പെണ്ണ് ചോദിക്കുന്നുണ്ട് എൻ്റെ ബോയ് ഫ്രണ്ട് എന്താ അടിപൊളിയല്ലേ എന്നൊക്കെ. അപ്പം അവിടേക്ക് നമ്മുടെ ആർക്ക് വന്നിട്ട് ആമിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആമാണെങ്കിലോ അപ്പുറത്തെ സൈഡ് തിരിഞ്ഞ് വെള്ളം കുടിക്കുന്നതിനാൽ ഇവ വന്നിരിക്കുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് നമ്മുടെ ആർക്ക് പറയുന്നുണ്ട് ഞാൻ ഫുട്ബോൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ, ലേറ്റ് ആയി സോറി എന്ന് പറയുന്നുണ്ട്. സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ ആമ തിരിഞ്ഞ് നോക്കിയപ്പോൾ ആർക്കിനെ പെട്ടെന്ന് കണ്ടിട്ട് വായിലുള്ള വെള്ളം മൊത്തം ആർക്കിൻ്റെ മുഖത്തേക്ക് തുപ്പുന്നുണ്ട്. നമ്മുടെ ആമാണെങ്കിലോ പെട്ടെന്ന് പാനിക് ആയതുകൊണ്ട് ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് ആർക്കിൻ്റെ മുഖം വൈപ്പ് ചെയ്ത് കൊടുക്കുന്നൊക്കെയുണ്ട്. അതിനിടയിൽ ആമ പെണ്ണിനോട് ചോദിക്കുന്നുണ്ട് ആർക്ക് നമ്മുടെ ഗ്രൂപ്പിലാണെന്ന്, എന്തുകൊണ്ടാണ് എന്നോട് നേരത്തെ പറയാഞ്ഞതെന്ന്. അപ്പോൾ പെണ്ണ് പറയുന്നുണ്ട് നിനക്കത് നേരത്തെ അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന്. ആർക്കിനോട് സോറി ഒക്കെ പറയുന്നുണ്ട്. ആർക്കാണെങ്കിലും മര്യാദയ്ക്ക് തുടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ആമിൻ്റെ കയ്യിൽ നിന്ന് ടിഷ്യൂ ഒക്കെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് ആർക്ക് പെണ്ണിനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടിയോ എന്ന്. അപ്പോൾ പെണ്ണ് ചോദിക്കുന്നുണ്ട് പേജ് അഡ്മിനെ കുറിച്ചാണോ എന്ന്. അത് കേട്ടപ്പോഴാണെങ്കിൽ നമ്മുടെ ആർക്കിൻ്റെ മുഖമൊക്കെ മൊത്തത്തിന് മാറുന്നുണ്ട്. ആർക്കാണെങ്കിലും ദേഷ്യത്തിൽ ടേബിളിൽ ഇടിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ആമിൻ്റെ കയ്യും കാലൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആർക്ക് പറയുന്നുണ്ട് ഞാൻ അഡ്മിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും തല്ലിക്കൊല്ലുമെന്ന്. പെണ്ണപ്പോൾ ആർക്കിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊന്നും വലിയ കാര്യമാക്കണ്ട, നമ്മുടെ ജൂനിയർ അറിയാതെ ചെയ്തതായിരിക്കും. അപ്പോൾ ആർക്ക് ചോദിക്കുന്നുണ്ട് ജൂനിയറോ ഒന്ന്. അപ്പോൾ അവരാകെ പെട്ട പോലെയായി. പെണ്ണപ്പം മാറ്റി പറയുന്നുണ്ട് അങ്കിളോ ആൻറ്റിയോ ഒക്കെ ആയിരിക്കും, അതൊക്കെ ഇപ്പോൾ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. എന്തായാലും ഏതെങ്കിലും അങ്കിൾമാരാവുന്നൊക്കെ ഇങ്ങനെ പെണ്ണോരോന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആർക്ക് പറയുന്നുണ്ട് ആരായാലും അത് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ഞാൻ എന്തായാലും മാറ്റിവിടുമെന്ന്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലോ നമ്മുടെ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അപ്പോൾ ജെറ്റ് ആർക്കിനോട് പറയുന്നുണ്ട് നീ നമ്മുടെ പുതിയ മെമ്പറിനെ പേടിപ്പിക്കുകയാണെന്ന്, അവനൊന്ന് നോക്ക് ആകെ കയ്യും കാലൊക്കെ വിറച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആണെങ്കിലോ വിറയ്ക്കുന്ന കൈയൊക്കെ നിന്ന് നിർത്തിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണ് ആമിനോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ തണുക്കുന്നുണ്ടോന്ന്. അപ്പം നമ്മുടെ ആമ പറയുന്നത് ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അപ്പോൾ ആർക്കാണെങ്കിൽ ഞാനിപ്പോൾ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കോട്ട് എടുത്ത് നമ്മുടെ ആമിൻ്റെ തലയ്ക്ക് ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ജെറ്റും പെണ്ണാണെങ്കിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്.
പെണ്ണ് പറയുന്നുണ്ട് ആർക്ക് ഇങ്ങനെയാണ്, ഫോർ മൗത്തഡാണ്, പക്ഷേ ശരിക്കും ആർക്ക് നല്ല കൈൻഡ് ആണെന്നൊക്കെ. അപ്പം നമ്മുടെ ആമാണെങ്കിലോ അറിയിച്ചതിന് സന്തോഷം എന്ന രീതിക്കൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പെണ്ണ് ജെറ്റിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജെറ്റി പറയുന്നുണ്ട് ശരിയാ അവൻ നല്ലവനാന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായി, നീ എന്തായാലും ഞങ്ങളുടെ കൂടെ എന്തായാലും നല്ല രീതിക്ക് ഒത്തുപോകുന്നൊക്കെ പെണ്ണ് ആമിനോട് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ആമാണെങ്കിൽ അതേന്നൊക്കെ പറയുന്ന ചിരിക്കുന്നൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് ജെറ്റ് ആമിനോട് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളോട് മടി കൂടാതെ ചോദിച്ചോളോ, ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഒരു ഫാമിലി പോലെയാണ് കരുതുന്നത്, അത്രയ്ക്കൊരു ടൈറ്റ് ബോണ്ടൊക്കെയാണ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ആർക്ക് ഞാൻ പോവാണ്, ബൈ ജെറ്റ്, ബൈ പൊണ്ണൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ പേരെന്താണെന്ന് ആമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൊണ്ണ് പറയുന്നുണ്ട് ഇവൻ്റെ പേര് ആമെന്നാണെന്ന്. ആർക്ക് ആർക്ക്, നിങ്ങളുടെ പേര് നല്ല സിമിലർ ആണല്ലോ, കൂടാതെ നിങ്ങളുടെ ഫസ്റ്റ് നെയിംസും സിമിലർ ആണെന്ന് പൊണ്ണ് പറയുന്നുണ്ട്. അപ്പോൾ ജെറ്റ് ചോദിക്കുന്നുണ്ട് രണ്ടിനും സിമിലർ ആയിട്ടാണുള്ളതെങ്കിൽ മീനിങ്സും ഒരുപോലെയാണോ എന്ന്. അപ്പോൾ പൊണ്ണ് ആമിനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പം നമ്മുടെ ആമ പറയുന്നുണ്ട് എ പേഴ്സൺ ഹൂ ഹാസ് നോ ഡെബിറ്റ് എന്ന്. അത് കേട്ടപ്പോഴാണെങ്കിലോ നമ്മുടെ ആർക്കിന് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ആമ ആർക്കിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ചിരിക്കുന്നേ, നമ്മുടെ പേരെന്തായാലും സിമിലർ അല്ലേ, അപ്പോൾ നിൻ്റെ പേരിൻ്റെ അർത്ഥവും ഇതുപോലെ ആവില്ലേ എന്ന്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട് എൻ്റെ പേരിൻ്റെ അർത്ഥം ഗോഡ് ഓഫ് ഫയർ എന്നാണെന്ന്. അപ്പോൾ നമ്മുടെ ആമ ആർക്കിൻ്റെ കോട്ട് തിരിച്ചു കൊടുത്തിട്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്ക് അത് നീ തന്നെ വെച്ചോ, വേറൊരാളിട്ട് കഴിഞ്ഞ ശേഷം ആ ഡ്രസ്സ് ഇടാൻ എനിക്കിഷ്ടമല്ലാന്ന്, കൂടാതെ ആമിൻ്റെ പെർഫ്യൂമിൻ്റെ മണമാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല എന്നും ആർക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമ എന്താ പറയാൻ വരുമ്പോഴേക്കും ആർക്ക് പറയുന്നുണ്ട് എനിക്ക് തർക്കുത്തരം പറയുന്ന ഒരേ തീരെ ഇഷ്ടമല്ലാന്ന്. അപ്പം നമ്മുടെ ആമിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പല്ലൊക്കെ കടിക്കുന്നുണ്ട്. അപ്പോൾ സിറ്റുവേഷനൊന്ന് മാറ്റാനായിട്ട് നമ്മുടെ പെണ്ണ് ആർക്കിനോട് ചോദിക്കുന്നുണ്ട് നീ കോണ്ട വഴിയാണ് പോകുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി വഴി പാസ് ചെയ്തിട്ടല്ലേ പോകുക, അപ്പോൾ നമ്മുടെ ആമിനൊരു ലിഫ്റ്റ് കൊടുക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ആമ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ പെർഫ്യൂമിൻ്റെ മണം ആർക്കിൻ്റെ കാറിൽ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലെന്ന്. അപ്പോൾ നമ്മുടെ ആർക്ക് പറയുന്നുണ്ട് നീ എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയാണെന്ന്. അപ്പോൾ പെണ്ണ് സ്വകാര്യമായിട്ട് ആമിനോട് പറയുന്നുണ്ട് നീ കേട്ടിട്ടില്ലേ ഏറ്റവും അപകടകരമായ സ്ഥലമാണ് ഏറ്റവും സുരക്ഷിതമായതെന്ന്, അതുകൊണ്ട് ആർക്കിൻ്റെ കൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നും പറഞ്ഞ് നമ്മുടെ ആർക്കിനോട് വീണ്ടും ഒരു ലിഫ്റ്റ് കൊടുക്കുമെന്ന് പെണ്ണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർക്ക് പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല, കാരണം ഞാൻ എൻ്റെ കാർ ഇന്നലെ വാഷ് ചെയ്തിട്ടുള്ളൂന്ന്. അതും പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ആർക്ക് പോകുന്നുണ്ട്. നമ്മുടെ ആമിനാണെങ്കിൽ ഒടുക്കത്ത് ദേഷ്യം വന്നിട്ട് ആ കോട്ടൊക്കെ പിടിച്ചിങ്ങനെ ഞെരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആമ റൂമിലോട്ട് വന്നിട്ട് തലയോണ എടുത്തിട്ട് ബെഡിലിങ്ങനെ അടിക്കുന്നുണ്ട്. നമ്മുടെ ആർക്കിനിങ്ങനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം നമ്മുടെ ആമിൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് നമ്മുടെ ആമ പറയുന്നുണ്ട് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും, നീ ആരാന്ന് നിൻ്റെ വിചാരം, നിൻ്റെ ഡ്രസ്സൊക്കെയാണ് എനിക്ക് നാറിയിട്ട് വയ്യ, നിനക്ക് എൻ്റെ പെർഫ്യൂം ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കലി തുള്ളുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആമ റെസ്റ്റ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ സാൻഡാണെങ്കിൽ കട്ടിലിൽ നിന്ന് വേഗം ചാടി എണീറ്റിട്ട് ആ ബെഡ്ഷീറ്റ് മാറ്റി നോക്കുന്നുണ്ട്. നമ്മൾ ആമടിച്ച ഓരോ അടിയെ വെയിറ്റ് വാങ്ങിയത് നമ്മുടെ പോയായിരുന്നു. അപ്പം സാൻഡിനിട്ട് ശ്വാസം എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിന് കയറി പിടിച്ച് ഞെക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ക്യാമ്പസാണ്. ആമ ക്യാമ്പസ് സ്റ്റാർ കോമ്പറ്റീഷന് പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആമ സ്റ്റേജിൽ കയറി അവനെ പരിചയപ്പെടുത്തുന്ന നോക്കിയിട്ട് അവനെ ചീർ ചെയ്യാനായിട്ടും ആ സാൻഡും പോയും പൊണ്ണും കൂടി ഇട്ട് അവിടെ ഓഡിയൻസിൽ ഇരിക്കുന്നുണ്ട്. അവർ നല്ല ബോർഡൊക്കെ പിടിച്ചിട്ട് അവന് നല്ലോണം ചീർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ അവൻ്റെ ഇൻട്രോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ സാൻഡ് പറയുന്നുണ്ട് സ്റ്റേജിൽ ഇങ്ങനെ വട്ടം കറങ്ങാനായിട്ട്. അപ്പം നമ്മുടെ ആമ സാൻഡ് പറഞ്ഞ പോലെ ഇങ്ങനെ വട്ടം കറങ്ങാനായിട്ട് ശ്രമിച്ചപ്പോൾ സ്റ്റേജിൻ്റെ തുമ്പത്ത് നിൽക്കണ കാരണം നമ്മുടെ ആമ നടുംകുത്തി താഴെ വീഴുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ടെൻഷനായിട്ട് നമ്മുടെ ആമിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമ്മുടെ ആമിന് അടുത്തത് എന്ത് പറ്റിയെന്ന് നമുക്ക് അടുത്ത പാർട്ടിലൂടെ കാണാം. ഉടനെ ഞാൻ വരുന്നതായിരിക്കും അടുത്ത പാർട്ടുമായിട്ട്.